ദൈവത്തെ ആരാധിക്കുമ്പോൾ പ്രൈസ് ഗോഡ് നമ്മൾ പാടിയതുപോലെ ആരാധനയിൽ വിടുതലുണ്ട്, ആരാധനയിൽ സൗഖ്യമുണ്ട്. ദേഹവും ദേഹിയും ആത്മാവും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. പ്രൈസ് ഗോഡ്. നിങ്ങൾ ചുറ്റും സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, ചുറ്റും കാണുന്നത് എന്തുമായിക്കൊള്ളട്ടെ, കേൾക്കുന്നത് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആരാധനയ്ക്ക്, നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ? ദൈവവചനത്തിന് മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇത് രണ്ടും മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ഒരു വിശ്വാസം വ്യാപരിക്കാനിടയായാൽ, ആ ഒരു അനുഭവം വ്യാപരിക്കാനിടയായാൽ, പ്രൈസ് ഗോഡ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ വന്നത് മുതലാകും. വായിക്കാം. നമ്മൾ ഈ മാസം വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യെരമ്യാ പ്രവചനത്തിൻ്റെ പ്രൈസ് ഗോഡ് 26 മുതലുള്ള അധ്യായങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് യെരമ്യാ പ്രവചനം വായിക്കുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, യെരമ്യാ പ്രവചനത്തിൽ ഏറ്റവും കാതലായ വിഷയം ഒരു മടങ്ങി വരവ്, റിട്ടേൺ ടു ദ ലോർഡ്. ദൈവത്തിലേക്ക് മടങ്ങി വരിക, ആരാധനയിലേക്ക് മടങ്ങി വരിക, പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക, വചനധ്യാനത്തിലേക്ക് മടങ്ങി വരിക, ഉപവാസത്തിലേക്ക് മടങ്ങി വരിക. ആത്മീയമായി തകർന്നു കിടക്കുന്ന വിഷയങ്ങൾക്കെല്ലാം മാറ്റം വന്ന് ഒരു മടങ്ങി വരവ്. അതാണ് യെരമ്യാവിൻ്റെ മെസ്സേജുകളുടെ ആകത്തുക. പ്രൈസ് ഗോഡ്. മാത്രമല്ല 52 അധ്യായവും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ജനത്തിന് പിന്നെയും പിന്നെയും മടങ്ങി വരാനുള്ള ആഹ്വാനം കൊടുത്തിട്ടും ജനം അത് ഏറ്റെടുത്തില്ല. പക്ഷേ ഒടുവിൽ പ്രൈസ് ഗോഡ് യെരമ്യാവ് പറഞ്ഞതുപോലെയൊക്കെ കാര്യങ്ങൾ നടന്നു. ഇതാണ് മുഖ്യ വിഷയം. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, മടങ്ങി വരുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ വലുതാണ്. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്നവരുടെ അനുഗ്രഹങ്ങൾ വലുതാണ്. ദൈവസന്നിധിയിൽ വന്ന് പ്രാപിക്കാൻ കഴിയുന്ന അനുഗ്രഹങ്ങൾക്ക് അളവില്ലാത്തവണ്ണം കണക്കില്ലാത്തതാണ്. ഇന്ന് രാത്രി ആ അളവില്ലാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ എന്ത് ചെയ്താൽ സാധിക്കും? അതാണ് കഴിഞ്ഞ ആഴ്ച തൊട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ എന്ത് ചെയ്താൽ ദൈവം എനിക്ക് പകർന്നിരിക്കുന്ന, എനിക്ക് ഒരുക്കിയിരിക്കുന്ന നന്മകൾ എനിക്ക് പ്രാപിക്കാൻ സാധിക്കും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ബദാംവൃക്ഷത്തിൻ്റെ പിഞ്ച് കൊഴിഞ്ഞു പോകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത്തിവൃക്ഷം തളർക്കുന്നില്ല, മുന്തിരിവള്ളി പൂക്കുന്നില്ല, ഗോശാലൽ കന്നുകൾ നശിച്ചു പോകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കുമെന്ന് ഹബക്കൂക്ക് പറയുമ്പോൾ ആ അവസ്ഥ തുടരാൻ വേണ്ടിയല്ല, എങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കുമ്പോൾ എൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹബക്കൂക്ക് പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, പ്രൈസ്, മുന്തിരിവള്ളി ഗോശാലയിൽ കന്നുകാലി ഉണ്ടാകുകയില്ല, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ബദാംവൃക്ഷത്തിൻ്റെ പിഞ്ച് കൊഴിഞ്ഞു പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ വെച്ച് നശിച്ചു പോകും. ആമേൻ. പ്രൈസ് ഗോഡ്. ഇതെല്ലാം പോയാലും ഞാൻ എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കും. കാരണം അവൻ എന്നെ ഗിരികളിൽ നടകൊള്ളുമാറാക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഇപ്പോൾ കാണുന്ന സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. പ്രൈസ് ഗോഡ്. ഏത് നെഗറ്റീവ് ആണെങ്കിലും അതിന് മാറ്റം വരും. എത്ര പേര് എന്നോട് വിശ്വസിക്കുന്നുണ്ടത്? ഇന്ന് ഞാൻ കാണുന്ന സകല നെഗറ്റീവായിട്ടുള്ള സകല വിഷയങ്ങളെയും മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം പറയാമോ? ആ വിശ്വാസമാണ് പ്രൈസ് ഗോഡ് നമുക്ക് മാറ്റം തരുന്നത്. ഇന്ന് ഈ തോട്ട് മനസ്സിൽ തരത്തക്കവണ്ണം യെരമ്യാ പ്രവചനത്തിൽ നിന്ന് 2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, യെരമ്യാ പ്രവചനം 32-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. 32-ാം അധ്യായത്തിൻ്റെ തന്നെ വീണ്ടും 27-ാം വാക്യം, ഒരു 10 വാക്യം കൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ആ സീക്വൻസ് ഒന്ന് വായിക്കണം. സീക്വൻസ് നിങ്ങൾ മനസ്സിലാക്കി വായിക്കണം. 17-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് 10 വാക്യം കഴിയുമ്പോൾ 27-ാം അധ്യായത്തിൽ പറയുന്നതും തത്വത്തിൽ ഒന്നാണ്, ആശയത്തിൽ ഒന്നാണ്. പക്ഷേ ഭയങ്കര അന്തരമുണ്ട്. അത് തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ആ 2 വാക്യങ്ങൾ തമ്മിൽ. നിങ്ങളൊന്ന് വായിച്ച് നോക്കിയിട്ട് അത് കണ്ടുപിടിക്കാമെന്ന് നോക്കി. കണ്ടുപിടിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇവിടെ കണ്ടുപിടിക്കത്തില്ലെന്നില്ല, കണ്ടുപിടിക്കത്തില്ലെന്ന് എനിക്കറിയാം. വെളിച്ചം കുറവാണ്. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒന്ന് കേട്ടാൽ മതി. 17-ാം വാക്യം കേൾക്ക്, 27 കേൾക്ക്. ശ്രദ്ധിച്ചു കേൾക്ക്. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി,
നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. 27 വാക്യം. ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2 വാക്യം തന്നെ പ്രൈസ്. ആശയം ഒന്നാണ്, വ്യത്യാസം നിങ്ങൾ മനസ്സിലായവർക്ക് കരമൊരുത്തിന് സ്തോത്രം പറയാമോ? മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. 17 വാക്യം യെരമ്യാവ് പറയുന്ന വാക്യമാണ്. പ്രൈസ് ഗോഡ്. 17 വാക്യത്തിൽ യെരമ്യാവ് പറഞ്ഞു, യഹോവേ നിനക്ക് കഴിയാത്ത കാര്യമില്ല. പ്രൈസ് ഗോഡ്. നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. പ്രൈസ് ഗോഡ്. വെറുതെ പറയുകയല്ല. അയ്യോ കർത്താവ്, യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. 17 വാക്യത്തിൽ യെരമ്യാവ് ഇത് പറഞ്ഞപ്പോൾ 27 വാക്യത്തിൽ യെരമ്യാവ് ഏത് ദൈവത്തെ നോക്കി പറഞ്ഞു? ആ സർവശക്തനായ ദൈവം, ആമേൻ, യെരമ്യാവിന് കൊടുത്ത വാക്യമാണ് 27 വാക്യം. 27 ശ്രദ്ധിച്ച്. ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇല്ല, ഇല്ല, ഇല്ല എന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ എനിക്ക് കഴിയാത്തതുമില്ലെന്ന് വിശ്വസിച്ച് പറയാൻ എത്ര പേർക്ക് സാധിക്കും? അസാധ്യമായതൊന്നുമില്ല, 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 അസാധ്യമായതൊന്നുമില്ല. ഇല്ല, ഇല്ല, അസാധ്യമായതില്ല. എൻ ദൈവത്താൽ അസാധ്യമായതില്ല. ഇല്ല, ഇല്ല, അസാധ്യമായതില്ല. എൻ ദൈവത്താൽ അസാധ്യമായതില്ല. Nothing is too difficult for me. 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 Nothing, nothing, absolutely nothing. Nothing is too difficult for me. Nothing, nothing, absolutely nothing. Nothing is too difficult for thee. Oh Lord God, thou hast made the heavens and the earth by thy great power. Oh Lord God, thou hast made the heavens and the earth by thine outstretched hand. Nothing is too difficult for thee. 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 Nothing, nothing, absolutely nothing. Nothing is too difficult for thee. Nothing, nothing, absolutely nothing. Nothing is too difficult for me. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിയതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിയതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. വിശ്വാസത്തോടെ പാടാം. യേശുവേ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, സാധ്യമേ, യേശുവേ കൂടെയുള്ളതാ. ഭാരങ്ങൾ വന്നിടും, കൊല്ലും കൊല്ലുകയില്ലായിനി. ഭാരം പ്രയാസങ്ങൾ വന്നിടും, കൊല്ലും കൊല്ലുകയില്ലായിനി. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം
എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ആമേൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. നീ ഇത് പാടുമ്പോൾ, ഞാനിത് പാടുമ്പോൾ, യേശുവിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എല്ലാം സാധ്യമെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ യെരമ്യാവിനോട് ചേർന്ന് പറയുകയാണ്, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഇത് ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് പറയുമ്പോൾ തമ്പുരാൻ പറയുന്നതെന്നറിയാമോ? എന്നെ കൊണ്ട് ഇല്ലടാ കൊച്ചെ, എന്നെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യവുമില്ല. ആമേൻ. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ആരാധിക്കുന്ന വിഷയങ്ങൾ, നിന്നെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ, നിന്നെ തകർക്കാൻ നിൽക്കുന്ന വിഷയങ്ങൾ, ആമേൻ, അതിന്മേൽ ജയമെടുക്കാനുള്ള വചനം ഇന്ന് രാത്രി കർത്താവേ എൻ്റെ മേൽ പൊഴിച്ചു തരണമേ. പ്രാർത്ഥിക്ക്. പ്രൈസ് ഗോഡ്. യെരമ്യാവിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്, ദൈവത്തിന്റെ സ്തോത്രം, എന്താണോ അത് നമ്മൾ പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ ഞാൻ പറയാം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനയോടെ ഇരുന്ന യെരമ്യാവിനോട് കർത്താവ് പറഞ്ഞു, യെരമ്യാവേ, അനാഥോത്തിൽ നിന്റെ ഇളയപ്പൻ്റെ സ്ഥലം നീ അവൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിക്കോ. പ്രൈസ് ഗോഡ്. അത് പിടിപ്പത് വിലയ്ക്ക് വാങ്ങി അതിന് പ്രൈസ് ഗോഡ് ആധാരം എഴുതി എടുക്കണം. അത് നിനക്കുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വായിക്കാം 32:5 അല്ല 32:7. നിന്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകൻ ഹനമയേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥോത്തിലെ എൻ്റെ നിലം മേടിച്ചു കൊള്ളുക. അത് മേടിപ്പാൻ തക്കവണ്ണം വീണ്ടെടുപ്പിൻ്റെ അവകാശം നിനക്കുള്ളതല്ലോ എന്ന് പറയും. 6-ാം വാക്യം ശ്രദ്ധിച്ച്. യിരെമ്യാവ് പറഞ്ഞത്, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് ഇതുപോലൊരു അരുളപ്പാട് നമുക്കുണ്ടാകണം. എന്നാന്നറിയാമോ? നീ ചെന്ന് നിന്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹനമയേൽ നിന്റെ അടുക്കൽ വന്ന് അനാഥോത്തിലെ നിലം നീ മേടിക്കാൻ പറയും. അവൻ പറയുമ്പം നീ അങ്ങ് മേടിച്ച. പ്രൈസ് ഗോഡ്. ഇങ്ങനെ ഒരു സംസാരിക്കുന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാൻ എത്രയും ആർക്കും സാധിച്ചിട്ടുണ്ട്? അനുഭവമുള്ളവർക്കൊരു സ്തോത്രം പറയാം. പ്രൈസ് ഗോഡ്. മുമ്പ് കൂട്ടി കാര്യങ്ങൾ പറഞ്ഞു തന്ന് എൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. ഞാൻ നിന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളുമെന്ന് അനുഭവമുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നിന്റെ കരം പിടിച്ച് നിന്നെ അവന്റെ ആലോചനയാൽ നടത്തുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, മഹത്വത്തിലേക്ക് കൈക്കൊള്ളത്തക്കവണ്ണം ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കാണ്. പക്ഷെ വാഗ്ദത്തം വേണം. ദൈവം സംസാരിക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ട് അത് റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, അതിൻ്റെ റിസൾട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ആദ്യം ദൈവവചനം റിസീവ് ചെയ്യണം. ദൈവവചനം റിസീവ് ചെയ്ത് കഴിയുമ്പോൾ റിസൾട്ടും റിസീവ് ചെയ്യാൻ പറ്റും. ഇന്ന് രാത്രി ദൈവവചനം റിസീവ് ചെയ്യത്തക്കവണ്ണം അവൻ ശക്തിയോടെ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ വന്നിട്ടുള്ള ഒരു സ്തോത്രം പറയാം. The name of Lord Jesus. You receive the word of God tonight. Receive tonight.
ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് അല്ല അതിനപ്പുറത്തായി ചിലത് പ്രാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും അധികാരപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രാത്രി ആ അധികാരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചോദിക്കേണ്ട കാര്യമില്ല, ദൈവം അങ്ങ് തരാൻ പോവുക. അപ്പം ആദ്യം വചനം റിസീവ് ചെയ്യണം. അനുഗ്രഹം പ്രാപിക്കാനുള്ള സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് യു റിസീവ് ദ വേർഡ്. അത് റിസീവ് ചെയ്താൽ ആ റിസീവ് ചെയ്ത വചനത്തിന് ഒത്തവണ്ണം അനുഗ്രഹം വരും. ദെൻ യു ക്യാൻ റിസീവ് ദാറ്റ് ഓൾസോ. പ്രൈസ് ഗോഡ്. അപ്പം ഇങ്ങനെ അടയാളം ദൈവം പറഞ്ഞപ്പോൾ 8-ാം വാക്യം, യഹോവ എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ. യഹോവ അരുളി ചെയ്തതുപോലെ എൻ്റെ ഇളയപ്പൻ്റെ മകൻ ഹനമയേൽ കാവൽപുര മുറ്റത്ത് എൻ്റെ അടുക്കൽ വന്നു. എൻ്റെ ഇളയപ്പൻ്റെ മകൻ ഹനമയേൽ എൻ്റെ അടുക്കൽ കാവൽപുര മുറ്റത്ത് വന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ മനസ്സിലാക്കണം, യെരമ്യാവിൻ്റെ അടുക്കൽ കാവൽപുര മുറ്റത്ത് വരുമ്പം യെരമ്യാവിന് അവിടെ നിന്ന് പുറത്തു പോകാൻ അനുവാദമില്ലാത്ത, സ്വാതന്ത്ര്യമില്ലാത്തൊരു അനുഭവത്തിലായിരുന്നു. കോണ്ടക്സ്റ്റ് അറിയണമെങ്കിൽ ഒന്നു തൊട്ട് വായിക്കാം. യഹൂദ രാജാവായ സിദക്കിയാവിൻ്റെ 10-ാം ആണ്ടിൽ, നെബൂഖദ്നേസറിൻ്റെ 18-ാം ആണ്ടിൽ തന്നെ യഹോവയെങ്കിൽ നിന്ന് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. അന്ന് ബാബേൽ രാജാവിൻ്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. യിരെമ്യാ പ്രവാചകനോ യഹൂദ രാജാവിൻ്റെ അരമനയുടെ കാവൽപുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. യെരമ്യാ പ്രവാചകനോ യഹൂദ രാജാവിൻ്റെ അരമനയുടെ കാവൽപുര മുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു, ബന്ധിക്കപ്പെട്ടിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ കാവൽപുര മുറ്റത്ത് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പ്രൈസ് ഗോഡ് യെരമ്യാവിൻ്റെ അടുക്കൽ വന്നാണ് യെരമ്യാവിൻ്റെ ഇളയപ്പനായ ശല്ലൂമിൻ്റെ മകൻ ഹനമയേൽ വന്ന് പറയുന്നത്, അനാഥോത്തിലെ എൻ്റെ നിലം മേടിച്ചു. എന്നാ പറഞ്ഞു ശ്രദ്ധിച്ചു? അങ്ങനെയല്ലേ? ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ എൻ്റെ നിലം മേടിക്കണമേ. അവകാശം നിനക്കുള്ളതല്ലോ, വീണ്ടെടുപ്പും നിനക്കുള്ളത്, നീ അത് മേടിച്ചു കൊള്ളണം എന്ന് എന്നോട് പറഞ്ഞു. അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. അത് യഹോവയുടെ അരുളപ്പാട് എന്ന് ഞാൻ ഗ്രഹിച്ചു. കാരണം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞതാണ്. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവം ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ നിന്നോട് ഒരു അനുഗ്രഹത്തിൻ്റെ ആലോചന പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞു. ഇന്ന് രാത്രി യു റിസീവ് ദാറ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, നീ പറഞ്ഞിട്ടുള്ള ആലോചനകൾ പ്രാപിക്കത്തക്കവണ്ണം ജനത്തിന് അധികാരപ്പെടുത്തുമാറാകണമേ. പ്രൈസ് ഗോഡ്. അപ്പം യെരമ്യാവ് ഗ്രഹിച്ചു, ഇത് എന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം? അടുത്ത വാക്യം, അങ്ങനെ ഞാൻ ഇളയപ്പന്റെ മകൻ ഹനമയേലിനോട് അനാഥോത്തിലെ നിലം മേടിച്ചു. വില 17 ശേക്കെൽ വെള്ളി തൂക്കിക്കൊടുത്തു. ആധാരം എഴുതി മുദ്രയിട്ട് സാക്ഷികളെ കൊണ്ട് ഒപ്പിടുവിച്ച ശേഷം ഞാൻ പണം അവന് തുലാസിൽ തൂക്കിക്കൊടുത്തു. ഇങ്ങനെ ന്യായവും പതിവും അനുസരിച്ച് മുദ്രയിട്ടിരുന്നതും തുറന്നിരുന്നതുമായ ആധാരങ്ങൾ ഞാൻ വാങ്ങി. ഇളയപ്പന്റെ മകനായ ഹനമയേലും ആധാരത്തിൽ ഒപ്പിട്ടിരുന്ന സാക്ഷികളും കാവൽപുരമുറ്റത്തിരുന്നിരുന്ന യഹൂദന്മാരൊക്കെയും കാണുക ആധാരം മഹസേയാവിൻ്റെ മകനായ നേര്യാവിൻ്റെ മകൻ ബാരൂക്കിൻ്റെ പക്കൽ കൊടുത്തു. അവർ കേൾക്കെ ഞാൻ ബാരൂക്കിനോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എന്തോ പറയുന്നത്? മുദ്രയിട്ടിരിക്കുന്നതും തുറന്നിരിക്കുന്നതുമായ ഈ ആധാരങ്ങളെ മേടിച്ച് അവ ഏറിയ കാലം നിൽപ്പാൻ തക്കവണ്ണം ഒരു മൺപാത്രത്തിൽ വയ്ക്കുക. ഏറിയ കാലം നിൽക്കാൻ തക്കവണ്ണം ഒരു മൺകുടത്തിലകത്ത്. അന്ന് ആധാരങ്ങൾ പ്രിസർവ് ചെയ്യുന്ന അങ്ങനെയാണ് സൂക്ഷിച്ചിരുന്നത്. പ്രൈസ് ഗോഡ്. ഇന്ന് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1932-ലും 12-ലും 800-ലും ഒക്കെ എഴുതിയ ആധാരങ്ങൾ തറവാടുകളിൽ ഇരിപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവരങ്ങ് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന മെത്തേഡിലൊന്ന് ഇസ്രായേൽ ഇതായിരുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഓരോ പഴയ നിയമകാലത്തെ ചുരുളുകളെല്ലാം കിട്ടിയിരിക്കുന്നത് മൺഭരണികളിൽ മൂടിവെച്ചത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രിസർവ് ചെയ്യാൻ പറഞ്ഞ് ആധാരം ബാരൂക്കിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ ആധാരം എഴുതി മേടിക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലായാൽ നമ്മളാരും ഇത് മേടിക്കാൻ ധൈര്യപ്പെടത്തില്ല. പ്രൈസ് ഗോഡ്. സിദക്കിയ രാജാവിൻ്റെ 10-ാം ആണ്ടിൽ 1-ാം വാക്യത്തിൽ പറയുന്നു, നെബൂഖദ്നേസറിന്റെ 18-ാം ആണ്ടിൽ തന്നെ യഹോവയ്ക്ക് അരുളപ്പാടുണ്ടായി. സിദക്കിയാവ് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. 21 വയസ്സിൽ രാജാവായി. ദൈവത്തിന് സ്തോത്രം. പിന്നെ 11 വർഷമേ ഭരിച്ചുള്ളൂ.
കൃത്യമായി പറഞ്ഞാൽ 11 വർഷവും 4 മാസവും 9 ദിവസവും. പ്രൈസ് ഗോഡ്. 11 വർഷവും 4 മാസവും 9 ദിവസവും ഈ സിദക്കിയാവ് ഭരിച്ചുള്ളൂ. അതിനുശേഷം സിദക്കിയാവിനെ പിടിച്ച് അവൻ്റെ മക്കളെ അവൻ്റെ മുമ്പിൽ വെച്ച് വെട്ടിക്കൊന്ന് അവൻ്റെ 2 കണ്ണും കുത്തിപ്പൊട്ടിച്ച് ബാബേലിലേക്ക് യെരമ്യാ പ്രവാചകൻ പറഞ്ഞിരുന്നത് പോലെ തന്നെ അടിമയായി കൊണ്ടുപോയി. പ്രൈസ് ഗോഡ്. പിന്നെ അവൻ മടങ്ങി വന്നില്ല. അപ്പോൾ ഇത് നടക്കുന്നത് ഇനി ഒന്നുകൊട്ടൊന്ന് വായിച്ച് 32 ഒന്നുകൊട്ട്. യഹൂദ രാജാവായ സിദക്കിയാവിന്റെ 10-ാം ആണ്ടിൽ, നെബൂഖദ്നേസറിന്റെ 18-ാം ആണ്ടിൽ തന്നെ. അപ്പൊ 10-ാം ആണ്ടിൽ എന്ന് പറഞ്ഞാൽ പിന്നെ സിദക്കിയാവിന് 1 വർഷം 4 മാസം 9 ദിവസമേ ആയുസുണ്ടായുള്ളൂ, ഭരണത്തിന്റെ ആയുസുണ്ടായിരുന്നുള്ളൂ. ദ ലാസ്റ്റ് ലാപ്പിൽ സിദക്കിയാവിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പ്രൈസ് ഗോഡ് യെരമ്യാവിനോട് പറയുകയാണ്, നീ അനാഥോത്തിൽ നിലം മേടിക്ക്. പ്രൈസ് ഗോഡ്. ഇത് പറയുന്ന സമയത്ത് 7 കണ്ടീഷനാണ് ആ സ്ഥലത്ത് അവിടെ നിലകൊണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രിവെയിൽ ചെയ്യുന്ന 7 കണ്ടീഷൻ. ആ 7 കണ്ടീഷനും കേട്ടിട്ട് നിങ്ങൾ പറ, നിങ്ങളാണെങ്കിൽ മേടിക്കോ ഇല്ലയോ? വായിക്കാം. അന്ന് ഒന്നാമത്തെ കണ്ടീഷൻ, അന്ന് ബാബേൽ രാജാവിന്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചു. ബാബേൽ രാജാവിന്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. 2 വർഷം നിരോധിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പുറത്തും അകത്തും കടക്കാൻ വയ്യാതെ കണ്ട് അവൻ വളഞ്ഞു, വാടകോരി വളഞ്ഞു. പ്രൈസ് ഗോഡ്. അവിടെ ഭക്ഷണമില്ലാതായി, ക്ഷാമമായി, മഹാമാരിയായി, ജനം ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി എത്രയും താമസിയാതെ യെരമ്യാവിന് തന്നെ അരുളപ്പാട് കിട്ടിയിട്ടുണ്ട്, സിദക്കിയാവിനെ കൊണ്ടുപോകും, യെരൂശലേം പിടിക്കപ്പെടും. എന്നിട്ടും പ്രൈസ് ഗോഡ്. കണ്ടീഷൻ നമ്പർ 1, നെബൂഖദ്നേസറിന്റെ സൈന്യം യെരൂശലേമിനെ വളഞ്ഞിരിക്കുന്നു. 1. പിന്നെ യിരെമ്യാ പ്രവാചകനോ യഹൂദ രാജാവിന്റെ അരമനയുടെ കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. യെരമ്യാ പ്രവാചകൻ കാവൽപ്പുരമുറ്റത്ത് അടക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും, പല പ്രാവശ്യം ആലോചനയുണ്ടായി, ഇവനെ കൊന്നുകളയണം, ഇവനെ കൊന്നുകളയണം, ഇവനെ വച്ചേക്കരുത്, ഏത് സമയത്തും ജീവൻ നഷ്ടപ്പെടാം. 1, ശത്രു വളഞ്ഞിരിക്കുന്നു. 2, ഏത് സമയത്തും ജീവൻ നഷ്ടപ്പെടാം. പിന്നെ ഞാൻ ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. 3, വ്യക്തമായ ആലോചന. ഈ നഗരത്തെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും, നഗരം ശത്രു പിടിക്കും. അടുത്തത്, അവൻ അതിനെ പിടിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 4, അവൻ അതിനെ പിടിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ ഹല്ലേലൂയ. അടുത്തത്, യഹൂദ രാജാവായ സിദക്കിയാവ് കൽദയരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ. 5 പറയുന്നു, സിദക്കിയാവ് കൽദയരുടെ കയ്യിൽ നിന്ന്, 6 ഒഴിഞ്ഞു പോകാതെ ബാബേൽ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. 6. അടുത്തത്, അവൻ ഇവനുമായി വായോട് വായ സംസാരിക്കുകയും കണ്ണോട് കണ്ണ് കാണുകയും ചെയ്യും. അടുത്തത്, അവൻ സിദക്കിയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും. അവൻ സിദക്കിയാവെ ബാബേലിലേക്ക് കൊണ്ടുപോകും. 7 കണ്ടീഷൻസ്. ഇനി അടുത്ത അത് മുഴുവൻ വായിച്ചേ. ഞാൻ അവനെ സന്ദർശിക്കും വരെ അവൻ അവിടെ ഇരിക്കും. നിങ്ങൾ കൽദയരോട് യുദ്ധം ചെയ്താലും നിങ്ങൾക്ക് സാധ്യം ഉണ്ടാകയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും ഇത് നടന്നിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തെ സ്തോത്രം, യുദ്ധം നടക്കും, യെരൂശലേം പിടിക്കപ്പെടും, ബാബേൽ രാജാവ് വരും, രാജാവിനെ കൊണ്ടുപോകും, എല്ലാം അവസാനിക്കും എന്ന് കൃത്യമായി പറഞ്ഞ യെരമ്യാവിൻ്റെ വായിൽ നിന്ന് വാക്കുകളുടെ ചൂട് ആറുന്നതിന് മുമ്പാണ് യെരമ്യാവ് ആ യുദ്ധഭൂമിയിൽ ആധാരം എഴുതിയത്. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. യെരമ്യാവിന് അറിയത്തില്ല ഇതിൻ്റെ അവകാശം എനിക്ക് നിലനിൽക്കുമോ അതോ എൻ്റെ കൈവിട്ടു പോകുമെന്ന് അറിയത്തില്ല. വെള്ളി തൂക്കി 17 ശെക്കൽ വെള്ളി തൂക്കി കൊടുത്ത് ആധാരം എഴുതി മൺകുടത്തിലിട്ട് അടച്ച് സൂക്ഷിച്ചു വെക്കാൻ ബാരൂഖിനോട് പറയുമ്പോൾ യെരമ്യാവിന് ഒരു കാര്യം മാത്രം അറിയാം, എൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ ആധാരം എഴുതി. ഇന്ന് രാത്രി ഒരു ഘോഷനെ പോലെ, ഒരു ഘോഷയെ പോലെ എൻ്റെ ദൈവം പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നവർക്ക് ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ദൈവമേ, നിന്റെ പ്രവൃത്തി നിഷ്ഫലമാകത്തില്ല. നീ നിന്റെ ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യുന്ന പ്രവൃത്തി ഫലമില്ലാതെ പോകത്തില്ല. കാരണം ആമേൻ ഹല്ലേലൂയ, നിനക്കറിയാം ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. നിന്നോട് ദൈവത്തിന് പറയാനുള്ളതും അത് തന്നെ. എന്നാൽ അസാധ്യമായി വല്ലതുമുണ്ടോ? എന്നെ കൊണ്ട് സാധിക്കാത്ത വല്ലതുമുണ്ടോ? ഇന്ന് രാത്രി എത്ര പേര് ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്? How many of you are receiving this message tonight? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായതുകൊണ്ട് എന്നോട് പറഞ്ഞത് അതുപോലെ നിവർത്തിച്ച് എൻ്റെ ദൈവം എന്നെ സഹായിക്കുമെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഹല്ലേലൂയ. യെരമ്യാവിന് തെളിവുകൾ മുഴുവൻ എതിരാണ്.
സാഹചര്യം മുഴുവനും എതിരാ. ആകപ്പാടെ ഒരൊറ്റ ഉറപ്പേ ഉള്ളൂ, വാക്കുമാറാത്തൊരു ദൈവമുണ്ട്. ദൈവം എനിക്ക് നഷ്ടം വരുത്തത്തില്ല. ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് നിറങ്ങിയാൽ, ഞാൻ ദൈവത്തിൻ്റെ വചനം കേട്ട് മുന്നോട്ട് ഇറങ്ങിയാൽ എനിക്ക് നഷ്ടം വരത്തില്ല. ഇന്ന് രാത്രി ദൈവവചനം കേട്ട് എങ്ങനെ ഇറങ്ങണം എന്നറിയാമോ? ഷാജാ ഒരു വഴികളിൽ നിന്ന് പാടി ആഴിയെന്ന് ഓർത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട പാടിയ പാട്ടാണ്. ദൈവവചനത്തിന് മുമ്പിൽ വാട്ട് ഈസ് ദ ആറ്റിറ്റ്യൂഡ് യു ഹാവ് ടു ടേക്ക്, വാട്ട് ഈസ് ദ സ്റ്റെപ്പ് യു ഹാവ് ടു ടേക്ക്, ഹൗ യു ഹാവ് ടു റെസ്പോണ്ട് ടു ദ വേർഡ് ഓഫ് ഗോഡ് ടുനൈറ്റ്. എങ്ങനെ ദൈവവചനത്തോട് അത് എടുത്തു വരാൻ സമയം എടുക്കണമെങ്കിൽ ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ആഴിയെന്നോർത്തില്ല, ആഴമാരാഞ്ഞില്ല, അലകൾക്കു ഞാൻ തെല്ലും ഭയപ്പെട്ടില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു വരുവാ. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിൻ നടുവിൽ നിൻ വിളി കേട്ടു പിൻവരുവാൻ. യാഹേ നീ എൻ ദൈവം, വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. ആഴിയാണെന്ന് ഓർത്തില്ല, ആഴവും ചിന്തിച്ചില്ല, അങ്ങ് ഇറങ്ങിയെന്ന്. ഇന്ന് രാത്രി നിന്റെ മുമ്പിലുള്ള ആഴം നോക്കല്ലേ, ഇത് ആഴിയാണെന്ന് നോക്കല്ലേ. എൻ്റെ ദൈവം കൽപ്പിച്ചതാണെങ്കിൽ പ്രൈസ് ഗോഡ്. പത്രോസ് പടകിൽ നിന്ന് കാലെടുത്ത് ഗലീല കടലിലേക്ക് വച്ചതുപോലെ വയ്ക്കാൻ മനസ്സുണ്ടോ? അടുത്ത സ്റ്റെപ്പ് അവൻ നടന്നു, അവൻ വെള്ളത്തിന്മേൽ നടന്നു. ഇന്ന് രാത്രി നിന്നെ മുക്കിക്കളയാൻ നിൽക്കുന്ന ചില വെള്ളത്തിൻ്റെ മേൽ നടകൊള്ളാനാണ് ദൈവവൈതലെ ദൈവം നിന്നെ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശക്തി നിന്നിൽ പകരുവാൻ യേശുവിന് താല്പര്യമുണ്ട്. അനേകര് ഗലീല കടലിൽ നടക്കാൻ ശ്രമിച്ചിട്ട് മുങ്ങിപ്പോയെങ്കിലും നിനക്ക് പേടിക്കാൻ, നിന്റെ അരുമനാഥൻ നടന്ന് കാണിച്ചിട്ടാണ് നിന്നോട് നടക്കാൻ പറയുന്നത്, നിന്നോട് വരിക എന്ന് പറയുന്നത്. ഇന്ന് രാത്രി സ്റ്റെപ്പ് എടുക്കാൻ താല്പര്യമുള്ളവര്, വിശ്വാസമുള്ളവര്, ധൈര്യമുള്ളവര്, ഉറപ്പുള്ളവര് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി സ്റ്റെപ്പുകൾ എടുക്കുന്ന ദൈവമക്കളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. മുക്കുവാൻ നിൽക്കുന്ന വെള്ളത്തിന്റെ മേൽ നടകൊണ്ട പത്രോസിനെ പോലെ മുമ്പോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുവാൻ സഹായിക്കണമേ. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്താൽ സ്റ്റെപ്പ് വെക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. നമ്മൾ പൗലോസ് പറഞ്ഞൊരു വാക്യം എപ്പോഴും കരുതിക്കൊണ്ട് എന്നറിയാമോ? ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. കാണുന്നത് തിരമാലയാണ്, കാണുന്നത് ആർത്തരമെന്ന കടലാണ്, കാണുന്നത് ആഴമുള്ള വെള്ളമാണ്. പക്ഷേ ഹല്ലേലൂയ, അതിലുപരിയായി ഞാൻ കർത്താവിനെ കാണുന്നുണ്ട്, യേശുവിനെ കാണുന്നുണ്ട്. വിശ്വാസം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി വിശ്വാസം വ്യാപരിക്കട്ടെ. നിന്റെ മുമ്പിലുള്ള വെള്ളങ്ങളെ കണ്ട് ഭ്രമിക്കല്ലേ, അവൻ ആഴങ്ങളെ കണ്ട് ഭ്രമിക്കല്ലേ, കടല് കണ്ട് ഭ്രമിക്കല്ലേ, കാറ്റ് കണ്ട് ഭ്രമിക്കല്ലേ, തിര കണ്ട് ഭ്രമിക്കല്ലേ. നോക്ക യേശുവിന്റെ മുഖത്തേക്ക് വിശ്വാസത്താൽ ഇന്ന് രാത്രി സ്റ്റെപ്പ്. ദൈവമക്കൾ, അങ്ങനെ സ്റ്റെപ്പ് വച്ചവരെ കുറിച്ച് വചനം പറയുന്നത്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എല്ലാം എതിരായി നിൽക്കുമ്പോൾ, ഒരു സാഹചര്യവും അനുകൂലമല്ലാതിരിക്കുമ്പോൾ യെരമ്യാവിനെ കൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഈ സ്ഥലം മേടിപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? 32:15. ഇനിയും ഈ ദേശത്ത് വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ക്രയവിക്രയം ചെയ്യും എന്ന് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ കൽദയ സൈന്യം വളഞ്ഞാലും, ബാബേൽ രാജാവ് ആക്രമിച്ച് കീഴടക്കിയാലും, രാജാവിനെ അടക്കം കൊണ്ടുപോയാലും, സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ അരുളി ചെയ്യുന്നു, ഈ സ്ഥലത്ത് ഇനിയും നിലങ്ങൾ മേടിക്കും, ക്രയവിക്രയങ്ങൾ നടക്കും. ഇത് തെളിയിക്കാൻ ദൈവത്തിന് ഒരാളെ വേണം, ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ദൈവത്തിന് ഒരാളെ വേണം. ഒരു യെരമ്യാവിനെ കണ്ടതുപോലെ കൊച്ചി പട്ടണത്തിൽ, എറണാകുളം പട്ടണത്തിൽ നിന്നെ ദൈവം കണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി സ്റ്റെപ്പ് വയ്ക്കാൻ അനുസരിക്കാൻ മനസ്സുള്ളവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാം. God want to demonstrate his power. God want demonstrate his, praise God, might. I mean, among the people in this city. ഈ പട്ടണത്തിൽ ആയിരങ്ങളുടെ മധ്യ, ലക്ഷങ്ങളുടെ മധ്യ ദൈവത്തിന്റെ പൈതല് നിന്നെ നേരെ നിർത്തി,
നിന്നെ നിലയ്ക്ക് നിർത്തി ധൈര്യത്തോടെ വിശ്വാസത്തോടെ നീ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് കണ്ടിട്ട് 10,000 ഇറങ്ങാനുണ്ട്. യെരമ്യാവ് റിസ്ക് എടുത്ത പോലെ റിസ്ക് എടുക്കാൻ ഈ നാളുകളിൽ ആർക്കൊക്കെ കഴിയും കരമുയർത്തി സ്തോത്രം ചെയ്തവനെ ആരാധിക്കുക. ജീസസ്. എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ വചനം കേട്ടിട്ട് റിസ്ക് എടുക്കണം. എന്തെടുക്കണം? റിസ്ക് അല്ല, RISK, റിസ്ക്. മറ്റത് പനി വരുമ്പോൾ കഴിക്കുന്നതാ. നമ്മൾ പനി പിടിച്ചവരല്ല, വിശ്വാസത്തിന്റെ വീര്യമുള്ളിലുള്ളവരാണെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിന്റെ റിസ്കുകൾ എടുക്കാൻ ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട്, ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഈ റിസ്ക് എടുത്ത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, യഹോവയുടെ അരുളപ്പാട് കിട്ടിയപ്പോഴാണ് 16ഉം 17ഉം വാക്യം യെരമ്യാവ് പറഞ്ഞത്. അങ്ങനെ ആധാരം നേര്യാവിൻ്റെ മകനായ ബാരൂക്കിൻ്റെ പക്കൽ ഏൽപ്പിച്ച ശേഷം ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. യെരമ്യാവിന് ഒരു സംശയവുമില്ല. യെരമ്യാവ് പറഞ്ഞു, എന്നെ കണ്ട്, ഞാൻ ആധാരം എഴുതിയത് കണ്ട്, ഞാൻ വെള്ളി തൂക്കിക്കൊടുത്തത് കണ്ട്, ഇനിയും 1000 നിലങ്ങൾ മേടിക്കുകയും ക്രയവിക്രയങ്ങൾ നടത്തുകയും ചെയ്യുമെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അത് അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവമേ കർത്താവേ, കാരണം നിനക്ക് അസാധ്യമായ ഒന്നുമില്ല, ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നീ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് നിന്റെ വീട്ടിലുള്ളവർക്ക് അടയാളമാകട്ടെ. നീ എടുക്കുന്ന ഒരു സ്റ്റെപ്പ് നിന്റെ അയൽവക്കത്തുള്ളവർക്ക് അടയാളമാകട്ടെ. നീ വയ്ക്കുന്ന സ്റ്റെപ്പുകൾ നിന്റെ കൂട്ടുകാർക്ക് അടയാളമാകട്ടെ. നീ വയ്ക്കുന്ന സ്റ്റെപ്പുകൾ നിന്റെ നാട്ടുകാർക്ക് അടയാളമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില സ്റ്റെപ്പുകൾ എടുക്കണം. ദൈവവചനത്തിൽ ആശ്രയിച്ച് തീരുമാനം എടുക്കാൻ ആരും കൂടെ ഇല്ലെങ്കിലും എന്റെ യേശു മതി. My Jesus is sufficient for me. He is a mighty God, a wonderful God. He is Prince of Peace and he can do everything. Uda bara raita dabra dhalabala hatal khauda. Praise God. ഈ ഉറപ്പുണ്ടാകണം. യെരമ്യാവിന് ഈ ഉറപ്പ് കിട്ടിയത് എങ്ങനെയാണെന്നറിയാമോ? അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി. കഴിഞ്ഞ കാലങ്ങളിലേക്ക് അവൻ തിരിഞ്ഞു നോക്കി. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ശക്തി എന്തെന്ന് തിരുവചനത്തിൽ എഴുതിയത് അവൻ ഗ്രഹിച്ചു. BC 586 ഈ ചാപ്റ്റർ എഴുതുന്നത്. BC 586 ഈ ചാപ്റ്റർ എഴുതുമ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, BC ദൈവത്തിന് സ്തോത്രം, 1000 നടന്ന ചില സംഭവങ്ങൾ, ഹല്ലേലൂയ, BC 2000 നടന്ന ചില സംഭവങ്ങൾ യെരമ്യാവ് വായിച്ച് മനസ്സിലാക്കിയതാണ്. കാരണം പ്രൈസ് ഗോഡ്, എന്താണ് 2000 നടന്ന സംഭവം? വായിക്കാം. പ്രൈസ് ഗോഡ്. 14-ാം അധ്യായം, അല്ല അതിൻ്റെ താഴോട്ട് വായിക്കും, 32-21. നിന്റെ ജനമായ ഇസ്രയേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരികയും. പ്രൈസ് ഗോഡ്. യെരമ്യാവിന് വേറെ ഒന്നും വേണ്ട, ഒരു തെളിവും വേണ്ട. നീട്ടിയ ഭുജം കൊണ്ട്, ബലമുള്ള കൈകൊണ്ട്, അടയാളങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങൾ കൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരെ ഫറവോന്റെ കയ്യിൽ നിന്ന് നീ പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുവന്ന ദൈവമാണെങ്കിൽ ഞാൻ പറയുന്നു, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ദൈവമേ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് രാത്രി എത്ര പേർക്ക് ഏറ്റുപറയാൻ സാധിക്കും, ദൈവമേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല? ഇത് നീ അങ്ങ് പറയുമ്പോൾ ദൈവം അതങ്ങനെ, പിന്നെ ദൈവത്തിൻ്റെ പരിപാടി അത് തെളിയിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. 22-ാം വാക്യം, അവരുടെ പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തെ അവർക്ക് കൊടുക്കുകയും ചെയ്തു. എനിക്ക് ഈ വായിച്ചത് സത്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് യെരമ്യാവ് പറയുകയായിരിക്കും, ഞാനിത് വിശ്വസിക്കുന്നു, അതുകൊണ്ട് കർത്താവേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് രാത്രി കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ ഭക്തന്മാരെ ദൈവം ഉയർത്തിയത്, ഭക്തന്മാരെ സഹായിച്ചത്, ഭക്തന്മാരെ വിടിവിച്ചത്, ദൈവത്തെ വിളിച്ചപേക്ഷിച്ചവരെ നടത്തിയ വിധങ്ങൾ ഇന്ന് രാത്രി ഓർത്തൊരു സ്തോത്രം പറയാമോ?
നിന്റെ തലമുറയെ നടത്തിയ വിധങ്ങൾ, നിന്റെ വീടിനെ നടത്തിയ വിധങ്ങൾ, നിന്റെ മാതാപിതാക്കളെ നടത്തിയ വിധങ്ങൾ, നിന്റെ ബിസിനസ് നടത്തിയ വിധങ്ങൾ, നിന്റെ ജീവിതത്തിൽ ദൈവം കഴിഞ്ഞ കാലങ്ങളിൽ ഒരു ഗതിയും ഇല്ലാതിരുന്ന സമയത്ത് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വഴികളെ തുറന്ന വിധങ്ങൾ. പ്രൈസ് ഗോഡ്. വീട് പണിയിൽ സഹായിച്ചത്, സ്ഥലം വിൽക്കുന്ന കാര്യത്തിൽ സഹായിച്ചത്, സ്ഥലം മേടിക്കുന്ന കാര്യത്തിൽ സഹായിച്ചത്, വാഹനം വാങ്ങിച്ചപ്പോൾ സഹായിച്ചത്, ആശുപത്രിയിൽ സഹായിച്ചത്, അവൻ രോഗക്കിടക്കയിൽ സഹായിച്ചത്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ സഹായിച്ചത്, വിവാഹത്തിൽ സഹായിച്ചത്, തലമുറ ഉണ്ടാകാത്ത കാലത്ത് സഹായിച്ചത്. ഓർത്ത് 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 നിനക്ക് അസാധ്യമായി ഒന്നുമില്ല കർത്താവേ, നിനക്ക് അസാധ്യമായി ഒന്നുമില്ല, ഒന്നുമില്ല. ആമേൻ. എത്ര പേർക്ക് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ സാധിക്കും? യെരമ്യാവിന്റെ ദൈവം ജീവിക്കുന്നു, ദാനിയേലിന്റെ ദൈവം ജീവിക്കുന്നു, ഇസ്രായേലിന്റെ ദൈവം ജീവിക്കുന്നു, ദാവീദിന്റെ ദൈവം ജീവിക്കുന്നു, അബ്രഹാമിന്റെ ദൈവം ജീവിക്കുന്നു. ജീസസ് ജീസസ് ജീസസ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, ദൈവകൃപയുടെ വ്യാപാരം, ശക്തിയുള്ള വ്യാപാരം ജീവിതങ്ങളുടെ മേൽ പകരുമാറാകണമേ. ഹല്ലേലൂയ. ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം, എന്നിട്ട് പറയണം, എൻ്റെ പിതാക്കന്മാരെ നടത്തിക്കൊണ്ടുവന്ന ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. ഉറക്കപ്പറ, ഈ ദൈവം എൻ്റെ ദൈവം, ഈ ദൈവം എൻ്റെ ദൈവം. This God is my God. Praise God. ഇതാണ് നമ്മുടെ പ്രഖ്യാപനം. ഇന്ന് ശത്രുവിൻ്റെ നേരെ നമ്മുടെ പ്രഖ്യാപനമാണിത്. ഈ ദൈവം എൻ്റെ ദൈവം, യെരമ്യാവിൻ്റെ ദൈവം എൻ്റെ ദൈവം, ദാനിയേലിൻ്റെ ദൈവം എൻ്റെ ദൈവം, യോസഫിൻ്റെ ദൈവം എൻ്റെ ദൈവം, ദാവീദിൻ്റെ ദൈവം എൻ്റെ ദൈവം, അബ്രഹാമിൻ്റെ ദൈവം എൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം എൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എൻ്റെ ദൈവം. എത്ര പേർക്ക് ഉറപ്പോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു? ബാക്കി ദൈവം ചെയ്യും. ഇത് ശരിക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ബാക്കി ദൈവം ചെയ്യും. ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ചേർന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? അപ്പോൾ ഇനി പഴയ നിയമത്തിൽ വായിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് ഇപ്പോൾ പഴയ നിയമം വായിക്കൽ ചുരുക്കമാണ്. അതുകൊണ്ട് ഈ യെരമ്യാവ് കണ്ട കാര്യം, കേട്ട കാര്യം, അല്ല യെരമ്യാവ് അറിഞ്ഞ കാര്യം, കേട്ട കാര്യം എന്താണെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കണം. ചുറ്റുപാടും കാര്യങ്ങളെല്ലാം നെഗറ്റീവായിരിക്കുമ്പോൾ എങ്ങനെ ദൈവം പ്രവർത്തിച്ചു. ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടുവന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. ജനം പറഞ്ഞത് വാസ്തവമാണ്. അവർക്ക് കണ്ട കാഴ്ചപ്പാടനുസരിച്ച് അവർ പറഞ്ഞ സത്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇരുവശത്തും ബാൽസോഫിം പർവ്വതനിരകൾ, പീഹാഹിരോത്ത് പർവ്വതനിരകൾ, മുൻപിലെ ചെങ്കടൽ, പുറകിൽ ഫറവോന്റെ സൈന്യം, വിശേഷപ്പെട്ട 600 രഥങ്ങളും അവൻ്റെ സകല ജനങ്ങളുമായി, പ്രൈസ് ഗോഡ്, കുതിരകളെ പൂട്ടിയ രഥങ്ങളുമായി പൊടിപടലങ്ങൾ പറപ്പിച്ചുകൊണ്ട് ഫറവോന്റെ സൈന്യം അടുത്തു വരികയാണ്. ഇവർ തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരുടെ അന്തരംഗത്തിൽ അവരോട് അവരുടെ ബുദ്ധി പറഞ്ഞു, ഇനി അധികം താമസിയാതെ ഫറവോനിങ് എത്തും. പ്രൈസ് ഗോഡ്. ഈ കൂട്ടത്തിൽ ആരോഗ്യമുള്ളവനെ വീണ്ടും പണിയെടുക്കാൻ പിടിച്ചുകൊണ്ടുപോകും. നിൻ്റെ ആരോഗ്യമില്ലാത്ത അപ്പനെയും അമ്മയും കൊച്ചു കുട്ടികളെയൊക്കെ കൊന്നൊടുക്കി നിന്നെ വീണ്ടും തിരികെ കൊണ്ടുപോകും. അവർ വിഷ്വലൈസ് ചെയ്തു. അവർ ചോദിച്ചു, മരുഭൂമിയിൽ മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഈ മരുഭൂമിയിൽ ചത്തൊടുങ്ങാൻ നീ ഞങ്ങളെ കൊണ്ടുവന്നത്? അവരുടെ സാഹചര്യം അവർക്ക് മനസ്സിലായി. ഒട്ടും അനുകൂലമല്ല. മുന്നോട്ട് പോകാൻ സാധ്യമല്ല ചെങ്കടൽ, ഇടത്തോട്ട് പോകാൻ സാധ്യമല്ല, വലത്തോട്ട് പോകാൻ സാധ്യമല്ല പർവ്വത നിരകൾ, പുറകോട്ട് പോകാൻ സാധ്യമല്ല. ഫറവോൻ അടുത്തു വരുന്നു. ഇവിടെ എന്തു ചെയ്യും? നിലവിളിക്കാനല്ലാതെ. പ്രൈസ് ഗോഡ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കാം. എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ, പുറകോട്ട് പോകാൻ വയ്യ, ഇടത്തോട്ട് പോകാൻ വയ്യ, വലത്തോട്ട് പോകാൻ വയ്യ. എൻ്റെ ദൈവമേ, ഞാൻ എന്തു ചെയ്യുമെന്ന് ചോദിക്കത്തക്കവണ്ണമുള്ള അനുഭവത്തിലായിരിക്കും ഇന്ന് രാത്രി ഇവിടെ നീ വന്നിരിക്കുന്നത്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിന്നെക്കൊണ്ട് സാധിക്കത്തില്ല, സത്യമാണ്. നിന്നെക്കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല, സത്യമാണ്. നിനക്ക് ഇടത്തോട്ടും വലത്തോട്ടും പോകാൻ പറ്റത്തില്ല, സത്യമാണ്. നിനക്ക് പുറകോട്ട് പോകാൻ പറ്റത്തില്ല, സത്യമാണ്. എന്നാൽ അതിനേക്കാൾ സത്യമായ ഒരു കാര്യമുണ്ട്. നീ ആരാധിക്കുന്ന ദൈവത്തിന് നിന്നെ സഹായിക്കാൻ കഴിയും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഞാൻ സ്തോത്രം ചെയ്യുന്നു. The Lord whom you serve can help you, can deliver you, can, praise God, bring out from your situation. ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ വെളിച്ചു കൊണ്ടുവരുവാൻ
യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കർത്താവേ, മുമ്പും പിമ്പും അടച്ച് അവൻ ഒന്നും ചെയ്യാൻ സാധിക്കാത്തവണ് ശത്രു മുദ്രയിട്ടിരിക്കുന്ന, പിശാച് അടച്ചു വെച്ചിരിക്കുന്ന വഴികള്, പ്രാർത്ഥലിക്കുന്ന ചെങ്കടൽ പോലെയുള്ള വഴികള്, അവൻ കടന്നു കയറാൻ കഴിയാത്ത അവൻ പർവ്വത നിരകൾ പോലെയുള്ള തടസ്സങ്ങൾ ഇന്ന് രാത്രി മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഐ കമാൻഡ് ഡെലിവറൻസ് ടുനൈറ്റ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിടുതൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിടുതൽ കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഞാൻ വിടുതൽ കൽപ്പിക്കുന്നു. Receive your deliverance. Receive your deliverance. Receive your deliverance. നിന്റെ വിശ്വാസം ഏറ്റെടുക്കുക. വിശ്വാസത്തോടെ നിന്റെ വിടുതൽ ഏറ്റെടുക്കുക. ഇന്ന് രാത്രി ഏറ്റെടുക്കുക. ഇന്ന് രാത്രി ഏറ്റെടുക്കുക. ഇസ്രായേൽ മക്കൾക്ക് അവന്റെ വിടുതൽ ഏറ്റെടുക്കാൻ ഒരുപക്ഷേ വിശ്വാസമില്ലായിരിക്കാം. പക്ഷേ മോശയ്ക്ക് വിശ്വാസമുണ്ടായി. മോശ പറഞ്ഞ ദൈവത്തെ സ്തോത്രം, ഹല്ലേലൂയ. 4 കാര്യങ്ങൾ 13-ാം വാക്യം. അതിന് മോശ ജനത്തോട്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. 1, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. ഇന്ന് രാത്രി എന്തൊരു വിഷയത്തിലാണെങ്കിലും പേടിക്കാതെ ഉറച്ചു നിൽക്കാൻ തൻ്റെ ഇടം വചനത്തിനപ്പുറത്ത് കിട്ടിയവർക്ക് ഒരു സ്തോത്രം ചെയ്യാം. ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. പ്രൈസ് ഗോഡ്. യഹോവയുടെ പെട്ടകം ചുമന്നുകൊണ്ട് ആ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ കരകവിഞ്ഞൊഴുകുന്ന യോർദാനിലേക്ക് കാലെടുത്ത് വച്ചപ്പോൾ ഒഴുക്ക് അവരെ കൊണ്ടുപോയില്ല, ഒഴുക്ക് അവരെ മുക്കിക്കളഞ്ഞില്ല, യോർദാനിൽ അവർ തെന്നി വീണില്ല, ഒഴുക്ക് നിന്നു. ഇന്ന് രാത്രി നിന്നെ മുക്കുവാൻ നിൽക്കുന്ന, നിന്നെ കൊണ്ടുപോകാൻ നിൽക്കുന്ന ചില ഒഴുക്കുകൾ, ദൈവവചനമാകുന്ന പെട്ടകം നീ എടുത്തുകൊണ്ട് നിൽക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി യു ആർ ഗോയിങ് ടു സീ മിറക്കിൾ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവർത്തികളാലും വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. There is a God who can deliver you by signs and wonders and miracles. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആമേൻ വീര്യപ്രവർത്തികളാലും വിടുവിക്കാൻ കഴിയുന്ന ദൈവശക്തി ചില വ്യക്തികൾക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ഇന്ന് രാത്രി വ്യാപരിക്കണമേ. ഹല്ലേലൂയ. ദൈവമക്കളെ, നീ ഒന്നും അറിയണ്ട. പെട്ടകം നിന്റെ തോളിലുണ്ടോ എന്ന് നോക്ക്. വചനം നിന്റെ തോളിലുണ്ടോ എന്ന് നോക്ക്. ദൈവത്തിൻ്റെ കൽപ്പനകൾ നിന്റെ തോൾമേലുണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് നീ ആ ഒഴുക്കുള്ള കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ്റെ നേരെ അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലേ. യോശുവ 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ. കൊയ്ത്തുകാലത്തൊക്കെയും യോർദാൻ തീരമെല്ലാം കവിഞ്ഞ് ഒഴുകും. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ, ശ്രദ്ധിക്കണമേ, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ കാല് നനയും കേട്ടോ. പക്ഷേ നീ പെരുവെള്ളം നിന്റെ മേൽ കവിയത്തില്ലെന്നൊരു വാഗ്ദത്തമുണ്ട്. നദി നിന്റെ മേൽ കവിയത്തില്ല, പെരുവെള്ളം നിന്റെ മേൽ കവിയത്തില്ല, അഗ്നി നിന്നെ ദഹിപ്പിക്കത്തുമില്ല. വാഗ്ദത്തമുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. ആരൊക്കെ വിചാരിച്ചാലും നിന്നെ നശിപ്പിക്കത്തില്ലെന്ന്, നിന്നെ തകർക്കാൻ പറ്റത്തില്ലെന്ന്, നിന്നെ മുടിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാം. ഇന്ന് രാത്രി വിശ്വസിക്കാം. നീ നശിക്കത്തില്ല, നീ നശിക്കത്തില്ല, നീ നശിക്കത്തില്ല, നീ തകരത്തില്ല, നീ തകരത്തില്ല, നീ തകരത്തില്ല, നീ മുടിയത്തില്ല, നീ മുടിയത്തില്ല, നീ മുടിയത്തില്ല. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഉടമല ഹദുല, സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, അവസ്ഥകൾ എന്തുമായിക്കോട്ടെ, നിന്നെ സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഒന്ന് പറയാമോ? ഞാൻ മുടിയത്തില്ലെന്ന് പറഞ്ഞേ, ഞാൻ നശിക്കത്തില്ലെന്ന് പറഞ്ഞേ, ഞാൻ തകരത്തില്ലെന്ന് പറഞ്ഞേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തകർക്കാനും മുട്ടിക്കാനും നശിപ്പിക്കാനും ചീന്തിക്കളയാനും നിൽക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയം കൊള്ളുകയാണ്.
ജീവൻ ശീറ റവറ ശൈഖ അതുല ജമന ദലദല ഹസ്ത അംബര ധർമേ രൈല ശൈഖ രാമ. ആമേൻ. നിങ്ങൾക്ക് പറയാമോ, യോർദാനെ നീ കഴിഞ്ഞ കൊല്ലം കരകവിഞ്ഞൊഴുകിയതാ, പലരെയും ഒഴുക്കിക്കൊണ്ടുപോയതാ. അതിന് മുമ്പത്തെ വർഷവും നീ സീസൺ വന്നപ്പം കരകവിഞ്ഞൊഴുകി പലരെയും ഒഴുക്കിക്കൊണ്ടുപോയി. അതിനു മുമ്പത്തെ വർഷവും നീ കരകവിഞ്ഞൊഴുകി പലരും അക്കരെ കടക്കാൻ കഴിയാതെ നിന്റെ ഒഴുക്ക് മാറാൻ വേണ്ടി നിന്നെ ഓച്ചാനിച്ച് കാത്തു നിന്നു. എന്നാൽ ഇന്ന് രാത്രി പറയാമോ, യോർദാനെ നിന്റെ ഒഴുക്ക് നിൽക്കാൻ പോകുകയാണ്, നിന്റെ ഒഴുക്ക് നിൽക്കാൻ പോകുകയാണ്, നിന്റെ ഒഴുക്ക് നിൽക്കാൻ പോകുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ I command in the name of Lord Jesus, stop, stop, stop tonight. യേശുവിന്റെ നാമത്തിൽ let the flow stop tonight, let the flow stop tonight, let the Jordan stop tonight. മരണദൂതനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. കുടവല ഹദുര ജമന ദലകല ഹത്തല ബൗഡ അന്തർ കൗഡേ സകതക ജഗല നിബരക ജഗന മേഘാരി ബലിദാരാദ റൗഡാരാബര പ്രഭുഷി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യോർദാൻ മരണത്തെ കാണിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി മരണത്തെ ജയിച്ചവരെ നമ്മൾ കാണുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യോർദാനെ ജയിച്ച ദൈവകൃപ, യോർദാനെ പിരിച്ച ദൈവകൃപ, മേൽവെള്ളത്തിന്റെ ഒഴുക്ക് തന്ന ദൈവകൃപ വ്യാപരിക്കട്ടെ. അടുത്തത് മേൽവെള്ളത്തിന്റെ പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിന്റെ വക്കത്ത് മുങ്ങിയപ്പോൾ മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിന്നു. അടുത്തത് സരേഫാന് സമീപത്തുള്ള ആദാം പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവൻ വേണമെങ്കിൽ വല്ലോടത്ത് പോയി പൊങ്ങിക്കോട്ടെ, എന്റെ മുമ്പിൽ നിന്ന് പോകണം. എത്ര പേർക്ക് പറയാൻ സാധിക്കുന്നുണ്ട്, യോർദാനെ നീ എവിടെ വേണമെങ്കിൽ പോയി പൊങ്ങിക്കോ, പക്ഷെ എന്റെ മുമ്പിൽ നിന്ന് വഴി മാറ്. ഇന്ന് രാത്രി ചില യോർദാന്റെ അനുഭവങ്ങൾ മാറട്ടെ, യോർദാന്റെ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആമേൻ. വായിച്ചോ. അരാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. എന്നിട്ട് ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു. ഇന്ന് രാത്രി കടക്കുമെന്ന് ഉറപ്പോടൊരു സ്തോത്രം പറഞ്ഞാട്ടെ. കടത്തത്തില്ലെന്ന് ശത്രു പറയുമ്പോൾ കടക്കുമെന്ന് പറഞ്ഞ ഒരു സ്തോത്രോട് പറഞ്ഞാട്ടെ. മുന്നോട്ട് വിടുകയില്ലെന്ന് ശത്രു പറയുമ്പോൾ മുന്നോട്ട് വിടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം കൂടെ പറഞ്ഞാട്ടെ. ഇതാണ് യെരമ്യാവിന്റെ ദൈവം. ഹല്ലേലൂയ. ഇനി മോശയുടെ ദൈവം എന്ത് ചെയ്യുന്നറിയാം? പ്രൈസ് ദി ലോർഡ്. 13-ാം വാക്യം, 14-ാം അധ്യായം 13-ാം വാക്യം. 1, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. 2, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ദൈവമക്കളെ, ഇത് BC 2000 നടന്ന വാക്യമാണെന്ന് എടുക്കല്ലേ. ആ വാക്യം ഒന്നുകൂടെ കേട്ടെ. ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. ഇന്ന് എന്റെ ദൈവം ഇന്ന് ചെയ്യാനിരിക്കുന്ന രക്ഷ. ഇത് 2000 വർഷം മുമ്പത്തെ കഥയല്ല, സ്റ്റോറി അല്ല. This is that what my God is going today. Praise God. എന്റെ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചേർന്ന് ചെയ്യുമെന്ന്, ഇന്ന് ചെയ്യുമെന്ന് വിശ്വാസം വ്യാപരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. വായിച്ചാട്ടെ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. മൂന്നാമത് പറയുന്നു, നിന്റെ ഇപ്പോഴത്തെ ഈ ശത്രു ഉണ്ടല്ലോ, ഇനി കാണത്തില്ല. ഇന്ന് വ്യത്യാസം വരുമെന്ന്, ഇന്ന് മാറ്റം വരുമെന്ന്, ഇന്ന് കാര്യങ്ങൾ മാറുമെന്ന്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില വിഷയങ്ങൾക്ക് ഇന്ന് വ്യത്യാസം വരട്ടെ. Let change happen tonight. Let change happen tonight. In the name of Lord Jesus. അടുത്തത് 4-ാമത്തെ വിഷയം, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇനി 21-ാം വാക്യം. യഹോവ അന്ന് രാത്രി മുഴുവൻ, അല്ല 15-ഉം 16-ഉം. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇപ്പൊ വഴിയൊന്നും കാണുന്നില്ല, പക്ഷെ നീ പറ മുമ്പോട്ട് പോകാൻ. പുറകോട്ട് പോകല്ലേ കേട്ടോ. ഇന്ന് രാത്രി ഒരു കാര്യത്തിലും പുറകോട്ട് പോകല്ലേ. പ്രാർത്ഥനയിൽ പുറകോട്ട് പോകല്ലേ, ആരാധനയിൽ പുറകോട്ട് പോകല്ലേ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഉപവാസത്തിൽ പുറകോട്ട് പോകല്ലേ, ദൈവവചനം വായിക്കുന്നതിൽ പുറകോട്ട് പോകല്ലേ, മുമ്പോട്ട്. അടുത്ത വാക്യം, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. മോശയ്ക്ക് അത് കേട്ടാ മതി.
അവനറിയാം ഇന്ന് രാത്രി ദൈവം അത്ഭുതം ചെയ്യും. ഇന്ന് രാത്രി ജനം കടന്നു പോകും. വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഞാൻ കടന്നു പോകുമെന്ന് ഉറപ്പുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. എൻ്റെ മുമ്പിൽ അത്ഭുതകരമായ വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യാം. അടുത്ത അതിന്റെ റിസൾട്ട് 21-ാം വാക്യം. യഹോവ അന്ന് രാത്രി മുഴുവനും മോശ കടലിന്മേൽ കൈ നീട്ടി. മോശ കടലിന്മേൽ കൈ നീട്ടി. യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. തന്നെ യോർദാനെ പുറകോട്ട് ഓടിച്ച ദൈവത്തിന്റെ കരം ചലിച്ചപ്പം കടല് പുറകോട്ട് പോയി. ഇന്ന് രാത്രി ചില വിഷയങ്ങൾ പുറകോട്ട് പോകാൻ പോകുകയാണ്. നിന്നെ വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഏറ്റെടുക്കുക. ഇന്ന് രാത്രി റിസീവ് 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 റിസീവ്. പുറകോട്ട് പോയി. അടുത്ത വാക്യം. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തു കൂടി നടന്നുപോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഫറവോൻ വെറുതെ ഇരുന്നില്ല. ഫറവോനും പുറകെ ചെന്ന് 23, 24, 25, 26 അവസാനിപ്പിക്കാം. ഫറവോന്റെ മിസ്രയീമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി. അപ്പം മുമ്പിൽ കണ്ട കടലിനെ പുറകോട്ടോടിച്ചു. പുറകേന്ന് വന്ന സൈന്യത്തെ താറുമാറാക്കി. മുൻപിലും പുറകിലും നിനക്ക് ദൈവത്തിന്റെ കരമുണ്ട്. അവൻ നിനക്ക് മുൻപടയും പിൻപടയും ആയിരിക്കും എന്ന് പറഞ്ഞത് വെറുതെ അല്ല. എന്റെ ദൈവം എനിക്ക് മുൻപടയാണ്, എന്റെ ദൈവം എനിക്ക് പിൻപടയാണ്. അടുത്ത വാക്യം. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമ്യർ നാം ഇസ്രയേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ നടന്നോ? യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് രാത്രി ദൈവവേദന, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ ബിസിനസ്സിന് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ ജോലിക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ ആത്മീയ വിഷയങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്റെ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ശത്രുവിനോട് ഇന്ന് രാത്രി ദൈവം യുദ്ധം പ്രഖ്യാപിക്കുന്ന രാത്രിയാണെന്ന് വിശ്വസിച്ചൊരു സ്തോത്രം പറ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ആമേൻ. മോശ കടലിൽ കൈനീട്ടി. 26, 27. അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിസ്രയീമ്യരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈ നീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രയീമ്യർ അതിന് എതിരായി ഓടി. പക്ഷെ ഒന്നും നടക്കുകയില്ല. അടുത്ത വാക്യം. യഹോവ മിസ്രയീമ്യരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു. 30-ാം വാക്യം. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രയേല്യരെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രയീമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രയേല്യർ കാണുകയും ചെയ്തു. ഞങ്ങൾ ചിലത് കാണുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്യും. ആ വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. ബസ് കിട്ടുന്നവർക്ക് പോകാം. ഒരു പാട്ടുപാടി ആരാധിച്ച് ജയം പ്രഖ്യാപിച്ചെന്ന് മടങ്ങിപ്പോകണം. ബസ്സിന് പോകേണ്ടവർക്ക് പോകാം. ഒരു വാക്കിൽ എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ അടികൾ പാടി നമുക്ക് ദൈവത്തിന് സ്തോത്രം. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും വളരിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം, അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷം. നഷ്ടങ്ങളെ ലാഭമാക്കി മാറ്റുന്ന ദൈവമുണ്ട്. അതുകൊണ്ട് നഷ്ടങ്ങളിലും തളർന്നിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റെ
തള്ളിക്കളഞ്ഞിടും പിന്മാറി പോയിടല്ലേ. വീറുവീറുപ്പില്ലാതെ മുന്നോട്ട് പോകുക, യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞിടും പിന്മാറി പോയിടല്ലേ. വീറുവീറുപ്പില്ലാതെ മുന്നോട്ട് പോകുക, യേശുവെന്നും നിന്റെ കൂടെ. നഷ്ടങ്ങളിലും തളറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീയെന്നും എന്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമോ നഷ്ടലാഭമാകും, സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടലാഭമാകും, സന്തോഷമായി മാറും. ഓ ശന്തര ഭൗതക ജനബല ഭൗതക തടസ്സങ്ങൾ മാറട്ടെ. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവമേ, ഓർദാനെ രണ്ടായി പിരിച്ച ദൈവമേ, മേൽവെള്ളത്തിന്റെ ഒഴുക്കുകൾ ഇന്ന് രാത്രി നിൽക്കട്ടെ. തിരമാലകൾ പുറകോട്ട് പോകട്ടെ. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം.